നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊന്നത് ആസൂത്രിതമായി. പ്രതി സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. കൊലയ്ക്ക് മുമ്പ് സന്തോഷ് ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തു. വ്യക്തിപരമായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സന്തോഷ് തോക്കേന്തിയ ചിത്രവും ഭീഷണി സന്ദേശവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതിൽ കൊല്ലുമെന്ന രീതിയിലുള്ള കുറിപ്പുകളുണ്ടായിരുന്നു. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളും എന്നുറപ്പ് എന്നായിരുന്നു പോസ്റ്റ്. കൊലപാതകത്തിന് 1 മണിക്കൂർ മുൻപാണ് തോക്ക് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പ്രതി ഫോണിൽ ഭീഷണി മുഴക്കുന്നത് പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നു. രാധാകൃഷ്ണന്റെ നെഞ്ചിലേറ്റ വെടിയാണ് മരണകാരണം. രാധാകൃഷ്ണന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. വൈകുന്നേരം 7:30 സന്തോഷ് രാധാകൃഷ്ണന്റെ പണി നടക്കുന്ന വീട്ടിലെത്തുന്നത്. ഇവിടെ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ സ്വദേശം ഇരിക്കൂർ കല്യാട്ടാണ്. കഴിഞ്ഞ കുറേ കാലമായി കൈതപ്രത്തായിരുന്നു ഇയാൾ താമസിച്ചു വരുന്നത്. ഇവിടെയാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. പ്രതി സന്തോഷ് ഇവിടെ എത്തിയത് മദ്യപിച്ചാണെന്നാണ് വിവരം. സംഭവ സ്ഥലത്ത് നിന്ന് മദ്യക്കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാൾക്ക് തോക്ക് ലൈസൻസ് ഉണ്ടെന്നും പോലീസ് പറയുന്നു. നിർമ്മാണ കരാറുകാരനാണ് സന്തോഷ്. പന്നിയെ വെടിവെക്കുന്നതിനുൾപ്പെടെ ഉപയോഗിക്കുന്ന തോക്ക് ഉപയോഗിച്ചാണ് ഇയാൾ വെടിവെച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഇഷ്ടിക നനയ്ക്കാനായി കുട്ടിയോടൊപ്പം എത്തിയപ്പോഴാണ് രാധാകൃഷ്ണനെ മദ്യലഹരിയിലെത്തിയ സന്തോഷ് വെടിവെച്ചത്. ഇത് കണ്ട് ഭയന്ന് കുട്ടി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. സമീപത്തെ വോളിബോൾ കോർട്ടിൽ കളിക്കുകയായിരുന്ന ആളുകളാണ് കെട്ടിടത്തിൽ നിന്ന് വെടിവെച്ച് കേട്ടതും വിവരം മറ്റുള്ളവരെ അറിയിച്ചതും. പോലീസ് എത്തിയപ്പോൾ കെട്ടിടത്തിന് പുറത്തായി ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത പെരുമ്പടവ് പഞ്ചായത്തിലെ അംഗമാണ് കസ്റ്റഡിയിലുള്ള ആളെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് പറയുന്നു. കാട്ടുപന്നികളെ വെടിവെക്കുന്ന റെസ്ക്യൂ സംഘത്തിലെ അംഗമാണ് കസ്റ്റഡിയിലുള്ള ആളെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇരുവരും തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസിൽ പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നുവെന്നും പോലീസും വ്യക്തമാക്കി.